ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. വളരെ നിസ്സാരമായിട്ട് കാണുന്ന ചക്കക്കുരു വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ചമ്മന്തിപ്പൊടി നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 10 ചക്കക്കുരുവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വറുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ചെറിയ ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. എത്ര എണ്ണ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ചമ്മന്തിക്ക് ആവശ്യമായിട്ട് തേങ്ങ ആവശ്യമുണ്ട്. അപ്പം തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇതും ഇതുപോലെ നന്നായിട്ട് വറുത്ത് വരണം കേട്ടോ. ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. ഈ ഒരു വറുത്തെടുത്ത തേങ്ങയിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ചക്കക്കുരു പൗഡറും കൂടി ഉണ്ടല്ലോ, പൗഡർ രൂപത്തിലല്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത പോലെ ആവും. അപ്പം അതും കൂടി ഇതിലേക്കൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പാകത്തിന് ഉപ്പും ഈ പറഞ്ഞ പോലെ തന്നെ കളറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ എരിവിന് ആവശ്യത്തിനുള്ള നമ്മൾ കാശ്മീരി മുളക് പൊടി, നോർമൽ മുളക് പൊടി എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി നമ്മൾ എരിവിൻ്റെ ബാലൻസ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ കുറച്ച് പുളിയും ഇട്ടതിന് ശേഷം നന്നാക്കിയിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു ചമ്മന്തിപ്പൊടി റെഡിയാക്കി എടുക്കാനായിട്ട് കേട്ടോ. ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടതിന് ശേഷം ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.